ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നല്ല അടിപൊളി ഒരു ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമുക്കൊരു 1/2 കിലോ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ പാർട്സ് വേണം. അതിലേക്ക് 2 പീസ് ചെറിയ ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 8-10 വെളുത്തുള്ളി, പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ 2 നല്ല നീളത്തിലരിഞ്ഞ തക്കാളി വേണം, 2 നീളത്തിലരിഞ്ഞ ഉള്ളി വേണം. പിന്നെ ഇതിനകത്ത് നമുക്കതായത് മസാലക്കൂട്ടാണ് ഇത്. ഞാൻ പറഞ്ഞു തരാം. എണ്ണ ചൂടാക്കുക, അതിനകത്തേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അത് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ നല്ലപോലെ പൊടിച്ച് വച്ചിരിക്കുന്ന പെരുംജീരകപ്പൊടി, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ഏലക്ക മറ്റേതാണെങ്കിൽ ചതച്ചാണെങ്കിലും ഇട്ടാൽ മതി, അല്ല എങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട്, തക്കാളി അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിച്ചപ്പും കൂടി ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പതിയെ കുറച്ച് നേരം അടച്ച് വെച്ച് വഴറ്റണമെങ്കിൽ അങ്ങനെ അടയ്ക്കാം, വെച്ച് വഴറ്റിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ അല്ലാതെ തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നേരെ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഞാൻ ഇട്ടേക്കുന്നത് സുഹാനയുടെ ചിക്കൻ മസാലയാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ അതിനകത്തേക്ക് നമ്മുടെ കുരുമുളക് പൊടി, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ പാർട്സ് ഇട്ട് ഇളക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് ഒത്തിരി വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്, പക്ഷേ എപ്പോഴും വെള്ളം കുറച്ച് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതായത് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് വെച്ച് കഴിഞ്ഞാലും കുഴപ്പം വരത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പതിയെ അടച്ച് വെക്കുക. ഒരു 5 വിസിൽ അടിക്കുന്നതിന് വരെ ചെറിയ ലോ ഫ്ലെയിമിൽ 5 വിസിൽ അടുപ്പിക്കുക. അത് കഴിഞ്ഞ് പതിയെ തുറക്കുക. അതിൽ അടിപൊളി ചിക്കൻ പാർട്സ് കറി റെഡിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതായത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ നേരെ അതായത് നല്ല അപ്പമോ അല്ലെങ്കിൽ ദോശയോ നല്ല പൊറോട്ടയുടെ കൂടെയൊക്കെ പിടിക്കാൻ നല്ല അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.